ദുൽഹിജ്ജ മാസം വലിയ ശ്രേഷ്ഠതയും വലിയ മഹത്വങ്ങളും നിറഞ്ഞ മാസാണ്. വലിയ ശ്രേഷ്ഠതകളും വലിയ മഹത്വങ്ങളും നിറഞ്ഞ മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. അതിന്റെ ശ്രേഷ്ഠതകൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞുതരും. അപ്പൊ ദുൽഹിജ്ജ 1 മുതൽ 10 രാവ് ഇൻഷാ അല്ലാഹ് നമ്മൾ എന്നും ഓതുന്നത് പോലെ യാസീൻ ഓതിയിട്ട്, സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട്, സൂറത്തുൽ വാഖിയ ഓതിയിട്ട് ഒരു സൂറത്ത് കൂടി നമ്മൾ ഓതും. ഏതാണ് ആ സൂറത്തിന്റെ പേരറിയോ? ഏതാണ്? ആരാ പറയാ? ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ ഓതല് വളരെ പ്രധാനപ്പെട്ട വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്തുണ്ട്. ഏതാണ് ആ സൂറത്ത്? ആ സൂറത്തിന്റെ പേരെന്താ? സൂറത്തുൽ ഫജ്ർ. മാഷാ അല്ലാഹ്, പറയുങ്ങൾക്കെല്ലാവർക്കും അത് നമ്മൾ അറിവ് നിലാവിന്റെ നോട്ട് പുസ്തകത്തിൽ നമ്മളത് എഴുതി വെക്കുക. ദുൽഹിജ്ജ 1 മുതൽ 10 രാവുകളിൽ 10 ദിവസങ്ങളിൽ ഓതല് വലിയ പ്രതിഫലം, വലിയ മഹത്വം ലഭിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. ഇൻഷാ അല്ലാഹ് അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞു തരും കേട്ടോ. സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഓതും. ഇന്ന് തന്നെ ഓതും. കാരണം നമുക്ക് ഇവിടെ ദുൽഹിജ്ജ ഒന്നായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതും. എല്ലാവരും വലിയ ശ്രേഷ്ഠത ലഭിക്കുന്ന രാവുകളാണ്, ദിവസങ്ങളാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. മുൻഗാമികളായ ആളുകൾ 3 പത്തുകൾക്ക് പവിത്രത, വലിയ പവിത്രത നൽകാറുണ്ട്. കാനൂ യുഅല്ലമൂന 13 3 പത്തുകൾ വലിയ പ്രതിഫലം ലഭിക്കുന്ന പത്തുകളാണ്. 3 പത്തുകൾ. അൽ അശ്റുൽ അവ്വലു മിനൽ മുഹറം, പരിശുദ്ധ മുഹറമിലെ 1 മുതലുള്ള 10 ദിവസങ്ങൾ വലിയ മഹത്വങ്ങളെ കൊണ്ട് നിറഞ്ഞ പത്തുകളാണ്. പ്രിയപ്പെട്ട അറിവിനിലാവ് കുടുംബങ്ങൾ അവരുടെ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ അത് അറിവുകൾ എഴുതി വെക്കുക. വൽ അശ്റുൽ അവ്വലു മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ വലിയ മഹത്വമുള്ള ദിവസമാണ്. വൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ, പരിശുദ്ധ റമളാനിലെ അവസാന 10 ദിവസങ്ങൾ. റമളാനിലെ ഓരോ ദിവസങ്ങളും ശ്രേഷ്ഠതയുള്ളതാണ്, മഹത്വമുള്ളതാണ്, അതിലൊന്നും തർക്കമില്ലട്ടോ. പക്ഷെ 3 പത്തുകൾ, 3 രാവുകൾ, 3 ദിവസങ്ങൾ വലിയ മഹത്വങ്ങളും വലിയ ഫലങ്ങളും വലിയ ശ്രേഷ്ഠതകളും നിറഞ്ഞതായിട്ട് മഹാന്മാര് എണ്ണിയ കൂട്ടത്തിൽ എണ്ണിയ ദിവസങ്ങളാണ്, രാവുകളാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ പരിശുദ്ധമായ ഇന്നത്തെ മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. ദുൽഹിജ്ജയുടെ രാവുകൾ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള രാവാണ്, പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള രാവ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങൾ, ആ ഒരു ബഹുമാനവും ആ ഒരു ആദരവും ആ ഒരു സ്നേഹവും നിങ്ങൾ അതിന് നൽകണം. അഥവാ ആ രാവിന് അതിൻ്റെതായ ബഹുമാനം, ആ രാവിന് അതിൻ്റെതായ മഹത്വം, ആ രാവിന് അതിൻ്റെതായ ഒരു ശ്രേഷ്ഠതയുണ്ട് എന്ന് കരുതിയിട്ട് വേണം ഇന്നത്തെ രാവിലിരിക്കാൻ, ഇന്നത്തെ മജ്ലിസിലിരിക്കാൻ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അപ്പോ തുടങ്ങല്ലേ, സൂറത്ത് തുടങ്ങല്ലേ. അപ്പൊ ഇന്ന് അൽഹംദുലില്ലാഹ് യാസീൻ കഴിഞ്ഞിട്ട് സൂറത്തുൽ മുൽക്ക് കഴിഞ്ഞ് സൂറത്തുൽ വാഖിയ കഴിഞ്ഞ് ഇന്ന് മുതൽ ഒരു സൂറത്ത് കൂടി ഓതാണ്. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങൾക്ക് ദുൽഹിജ്ജ ആയിട്ടില്ലല്ലോ, ഇന്ന് ഇൻഷാ അല്ലാഹ് ആകോ ഇല്ല എന്നുള്ളത് പണ്ഡിതന്മാർ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരുമല്ലോ, ഇന്ന് ആകോ ഇല്ല എന്നുള്ളത്. ഏതായാലും ഇവിടേക്കാണ്, സൗദിയിലേക്കാണ്, അറബ് രാജ്യങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് ഇന്നായിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് പെരുന്നാൾ കുറച്ച് നേരത്തെ കയറാം, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ഞങ്ങള് ഇവിടെയും പെരുന്നാൾ ആഘോഷിച്ചോളാം, പിറ്റേന്ന് നാട്ടിലേക്ക് വന്നിട്ട് അവിടെ ആഘോഷിക്കാലോ, 2 പെരുന്നാൾ കിട്ടുമല്ലോ അല്ലേ.
ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൽ ഫജ്ർ ഓതും കേട്ടോ. സൂറത്തുൽ ഫജ്ർ എന്ന് ഓതും ഇൻഷാ അല്ലാഹ്. വലിയ ശ്രേഷ്ഠതയാണ് കേട്ടോ. ആ ഒരു ബഹുമാനം, ആ ഒരു മഹത്വം മനസ്സിലാക്കിയിട്ട് വേണം ഇന്നത്തെ മജ്ലിസിൽ ഇരിക്കാൻ. ഇൻഷാ അല്ലാഹ് റബ്ബ് നമ്മളെ കൈവിടില്ല, അല്ലാഹു കൈവിടില്ല. ഈ 10 രാവിൽ നമ്മുടെ സർവ്വ സങ്കടങ്ങളും ദുഃഖഭാരങ്ങളും യജമാനനായ റബ്ബിന്റെ മുമ്പിലേക്ക് പൊട്ടിക്കരഞ്ഞിട്ട് നമുക്ക് പറയണം. ഈ 10 രാവുകളും എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ പഴയ കാലം മുതലേ ഈ 10 ദിവസങ്ങള് അഥവാ അറഫാ ദിവസം വരെ നോമ്പെടുക്കുന്ന എത്രയോ പ്രിയപ്പെട്ട മുത്തുമോമിനികൾ. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞു തരും. ഈ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ഈ ദിവസങ്ങള് അൽഹംദുലില്ലാഹ് നമ്മൾ യാസീൻ ഓതാൻ വേണ്ടി തുടങ്ങാണ്. എന്താ എല്ലാരും വിശേഷങ്ങളൊക്കെ എന്തൊക്കെ? പിറന്ന നാട്ടിലേക്ക് വരുന്നുണ്ടോ ഉസ്താദെ? പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? പിന്നെ നമ്മൾ വരും ഇൻഷാ അല്ലാഹ്, വരും. ഇവിടെയുണ്ട് കുറെ പ്രിയപ്പെട്ട കൂട്ടുകാർ, കുറെ മോമിനീങ്ങള്. അപ്പോൾ ഓലെ കൂടിയും ഓലെ കാര്യങ്ങൾക്ക് ഒലുക്ക് ദ്വാരിക്കാനും ഓലെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ കേൾക്കാനും കുറച്ച് ദിവസം കൊണ്ട് മാറുന്നതാണ്. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് തന്നെ വരും, ഇൻഷാ അല്ലാഹ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഓരോ ദിവസം ഒരുപാട് കൂട്ടുകാരും ഒരുപാട് കുടുംബങ്ങളൊക്കെ വന്ന് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിക്കും. അവർക്കൊണ്ട് കുറെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ, സന്തോഷാക്കി കൊടുക്കട്ടെ, ഖൈറാക്കി കൊടുക്കട്ടെ. അപ്പോ എല്ലാവരും വിശേഷങ്ങൾ എന്തൊക്കെ? പ്രായത്തന്നെയല്ലേ? ഉസ്താദ് വർത്താനം ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാവും, അതുകൊണ്ടാണ്. വേഗം പറയും, പെട്ടെന്ന് പറയും. യാസീൻ തുടങ്ങല്ലേ? ഓക്കെ അല്ലേ? അൽഹംദുലില്ലാഹ്. എല്ലാവരും അൽഹംദുലില്ലാഹ് പറഞ്ഞു. എല്ലാവരും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞ യാസീൻ തുടങ്ങായിരുന്നു. എല്ലാവരും പറയും. ഒന്ന് നോട്ട് പുസ്തകം എടുത്തു വെക്കണം കേട്ടോ. ഉസ്താദ് ദുൽഹിജ്ജന്റെ മഹത്വം പറയും, അത് എഴുതി വെക്കണം. എഴുതി വെച്ചേ പറ്റൂ. ഇൻഷാ അല്ലാഹ് എഴുതി വെക്കണം. ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് അറിവിനിലാവിന്റെ വിവരങ്ങളൊക്കെ, അറിവിനിലാവൊക്കെ ആ ക്ലാസ്സുകളൊക്കെ എഴുതി വെക്കുന്ന ഉമ്മമാരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ പല ആളുകൾ ഇവിടെ നോട്ട് പുസ്തകമൊക്കെ കൊടുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് എഴുതി വെക്കണത്. നമ്മൾ വിചാരിച്ചു നമ്മളെ നാട്ടിലത്തെ ആളുകൾ മാത്രമാണെന്ന്. അല്ലല്ല, ഇവിടെയൊക്കെ ഉണ്ട് ആളുകൾ അങ്ങനെ എഴുതി വെക്കുന്ന ആളുകളെ. ഇൻഷാ അല്ലാഹ്. അപ്പോ എല്ലാവർക്കും സുഖാണല്ലോ? അൽഹംദുലില്ലാഹ്, റാഹത്താണ്. ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ എല്ലാവരും എല്ലാ മുഅ്മിനീങ്ങളും മജ്ലിസിൽ വെള്ളം വെക്കുക. യാസീൻ തുടങ്ങാണ് ഇവിടെ. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും സുഖാണ്. ദുൽഹിജ്ജ 1 ഇന്ന് ഇവിടെ. ഇൻഷാ അല്ലാഹ്. അപ്പോ ഇന്ന് നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതും. അതെല്ലാരും ഓതും വേണം. പരിശുദ്ധ ഖുർആൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഖുർആൻ കയ്യിലെടുക്കുക. ഖുർആൻ എടുത്ത് ഓതാൻ പറ്റുമെങ്കിൽ ഖുർആൻ കയ്യിലെടുത്തിട്ട് ഓതുക. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവും കൂടിയാണ്. ഖുർആൻ കയ്യിലെടുത്ത് ഓതാൻ പറ്റുമെങ്കിൽ ഖുർആൻ കയ്യിലെടുത്തിട്ട് തന്നെ ഓതി സ്ക്രീനിൽ മുഴുവനായിട്ട് യാസീൻ ഇൻഷാ അല്ലാഹ് കാണിച്ചു തരും. എല്ലാവരും കൂടെ ഓതാം. ഈ വെള്ളിയാഴ്ച രാവിലെ ദുൽഹിജ്ജയുടെ പവിത്രമായ ഈ ദിവസം അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയ ഖബർ അള്ളാഹു സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റഹീം ياسين من القرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مكمهون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء محصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين
فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكل إن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم وإن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلية من يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع الذين محضرون وآية لهم الأرض الميتة وأحييناها وأخرجنا منها أبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما أمنته أيديهم فلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالرجل القديم للشمس ينبغي لها أن تدرك القمر ولليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريته في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ له ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم انفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أن تطعم من لو يشاء الله وتطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون
ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع الذين محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون وأزواجه في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتاز اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم واستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكس في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنا ركوبهم ومنها يأكلون ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون രണ്ട് കൈയിലും മുഖം തടവി എല്ലാവരും അല്ലാഹുവേ ഞങ്ങൾ ഓതിയ സൂറത്തു യാസീൻ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ് ആ സൂറത്തു യാസീനിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനേ ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനേ അല്ലാഹുവേ
എല്ലാവിധ വിഷമങ്ങൾക്കും സൂറത്തു യാസീനിലൂടെ ഞങ്ങൾക്കിനി പരിഹാരം നൽകണം അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.